ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് US നടക്കുന്ന ഒരു സ്റ്റോറിനെ പറ്റിയാണ്. ഈ സ്റ്റോറിൻ്റെ പേര് സെസ്കോ ദി ബില്യനെയർ. എന്നാൽ ഈ സ്റ്റോറി നടക്കുന്ന ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദർ ഇത് ഫുഡ് കഴിക്കുകയാണ് ഒരു വലിയ ടേബിളിൽ. ഹി ഈസ് എ റിച്ച് മില്യനെയർ. ഓക്കെ, അന്നേരം എന്ന് വെച്ചാൽ ബില്യനെയർ ഓക്കെ. അന്നേരം അവിടെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ ബോയ് ഫ്രണ്ടിനോട് ഒരു കാര്യം പറയുക. ഡിഡ് യു ഗെറ്റിംഗ് എ പ്രൊമോഷൻ എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാർ, എനിക്ക് ഈ അടുത്തൊന്നും പ്രൊമോഷൻ, ഞാൻ ഒരു പുതിയ ജോബിനെ ട്രൈ ചെയ്യുന്നുണ്ട്. എൻജിനീയറിൻ്റെ ഒരു ജോബ്, അങ്ങനെ ഒരു ജോബാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു. അവൻ്റെ പേരായിരുന്നു ആൽഡ്രറ്റ്. അന്നേരം നമ്മൾ ആ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തു. നമ്മൾ പിന്നെ കാണിക്കുന്നത് നമ്മളെ ആൽഡ്രറ്റിൻ്റെ വീടാണ്. അത്യാവശ്യം നല്ലൊരു വീടാണ്, ചെറിയ വീട് പറയാം. ബട്ട് അതിൻ്റെ അടുത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അന്നേരം നമ്മളെ ആ വീടിൻ്റെ സ്ഥലത്ത് നമ്മളെ ഗ്രാൻഡ് ഫാദർ വന്ന് നിൽക്കുകയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്, ഗ്രാൻഡ് ഫാദറിന് കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ ഹയർ ചെയ്യണോ നമ്മൾ ആൽഡ്രറ്റിനോ ചോദിക്കുകയാണ്. പക്ഷെ ആൽഡ്രറ്റ് പറയുന്നുണ്ട്, വേണ്ട സാർ, ഞാൻ ഒരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോറി ടു സേ നോ, ബട്ട് ഐ എം പ്ലാനിങ് സംതിങ് എൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഗ്രാൻഡ് ഫാദർ ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ സാർ, ബട്ട് ഇവിടെ അത്ര സൗകര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഹാപ്പിയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്. എന്തായാലും എനിക്കൊരു ജോബിൻ്റെ ഒരു ഇതുണ്ട്, ഇൻ്റർവ്യൂവിൻ്റെ ഇതാണ്. സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചതാണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ പോട്ടെ പറഞ്ഞ് നമ്മൾ ആൾറോഡ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഫാദർ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കാണുന്നു. അതിൻ്റെ അകത്ത് എന്താ പറയുക, എന്തോ ഒരു ഗെയിമുണ്ട്. അന്നേരം ആ ഗ്രാൻഡ് ആ ഗെയിം കളിക്കുകയാണ്. അപ്പം ഗ്രാൻഡ് ഒരു പെന്ന് വെച്ച് മാർക്ക് ചെയ്താണ് കളിക്കുന്നത്. അന്നേരം ഒരു നമ്പർ പാറ്റേൺ ഗെയിമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് താഴെ വീണപ്പം ഗ്രാൻഡ് ഒരു താഴോട്ട് കുനിഞ്ഞെടുക്കുകയാണ്. അപ്പോഴാണ് ഗ്രാൻഡ് ഒരു സാധനം ശ്രദ്ധിക്കുന്നത്. അവിടെ എന്താ പറയുക, ഒരു അവമാരീൻ്റെ പോലെ നമ്മുടെ ടൈൽസിൻ്റെ ഒരു സിമിട്രി ശരിയായിട്ട് നിൽക്കുന്ന ഇല്ലാത്ത പോലെയും, പിന്നെ എന്താ പറയുക, അവിടെ ചെറിയ സ്ക്രാച്ചിൻ്റെ അതുപോലെ ഇങ്ങനെ നീക്കിയത് മാറ്റി വെച്ചത്, അങ്ങനെ ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു ഇതല്ലാണ്ട് തോന്നുകയാണ്. പക്ഷെ ആ ഗ്രാൻഡ് കഷ്ടപ്പെട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കുമ്പോൾ അതൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ സ്ഥലമായിരുന്നു. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൻ്റെ കയറി നോക്കി. അപ്പം പോയി നോക്കിയപ്പോൾ തന്നെ ഒരു ഗെയിമിംഗ് PC സാധനം. ഇവൻ്റെ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നുണ്ട്, ഇവൻ ഗ്രാമ്പറിങ് എഡിറ്റ് ആണല്ലേ ആ ഗ്രാൻഡ് വിചാരിക്കുകയാണ്. ഓക്കെ, അന്നേരം നമ്മളെ ഇത് അപ്പോൾ അതൊരു റൂം കാണുകയാണ്. ഇതെന്ത് റൂം, സീക്രട്ട് റൂമോ, കയറി വെക്കണ്ടേ ആ ഒരു മനസ്സിലാണ് ഗ്രാൻഡ്. അപ്പം പക്ഷേ അതിൻ്റെ വാതിലൊരു റെട്രോക്കാവ്, അത് ഗ്രാൻഡിനെ ഒന്ന് ഇതാക്കി കയറി വെക്കാൻ ക്യൂരിയസ് ആക്കി. എന്നാൽ ഗ്രാൻഡ് ക്യൂരിയസിൽ അത് തുറന്നു നോക്കുകയാണ് ആ വാതിൽ. അപ്പം അതിനകത്ത് എന്താ പറയുക, അതിന് കീ ഒന്നും ഇല്ല അതിന് കേട്ടോ. അന്നേരം അത് തുറന്നു നോക്കിയപ്പോൾ അവിടെ നമ്മൾ ഹിഡനായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ നോക്കി ഗ്രാൻഡ് പറയുകയാണ്, സെസ്കോ ഡിമേറിയ. പിന്നെ നമ്മളെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ഫസ്റ്റ് നമ്മളെ സെസ്കോനെ കാണിക്കുകയാണ്. നല്ല സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വരികയാണ്, ഒരു ബില്യനെയർ ലുക്ക് തന്നെ. അപ്പോൾ ഒരു ബിൽഡിങ്ങിലേക്ക് വന്ന് ഒരാളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം എന്തോ കാര്യം, എന്താണ് കാണിക്കുന്നില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കാണിക്കുന്നത്, ആ ബിൽഡിങ്ങിൻ്റെ ഔട്ട് വ്യൂ കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ എന്താ പറയുക, ഒരു റൂമിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഭയങ്കര സീക്രട്സ് ഒന്നും ഇതൊക്കെ പിന്നെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അത് രണ്ടും വേറെ കമ്പനീൻ്റെ ആൾക്കാരും ആയതുകൊണ്ട് ഒക്കെ അവിടെയൊക്കെ വരുന്നതുകൊണ്ട് ഒരു റൂമിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സ്പെഷ്യൽ ഹാള് പോലത്തെ റൂമാണ്. അവിടെ ചെരുപ്പ് ഊരണം. അപ്പം നിങ്ങൾ ചെരുപ്പ് പറയുമ്പം അയാൾ ചെരുപ്പ് ഊരുന്നില്ല. ഇത് ഞാൻ 1% ഓൺ ചെയ്യുന്ന ഇതാണ്, കമ്പനിയാണ്, ബിൽഡിങ്ങാണ്. അപ്പം എനിക്കിഷ്ടമുള്ളത് തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ സെസ്കോവും പോവുകയാണ്. പിന്നെ എന്തൊക്കെയോ ഡിസ്കഷൻ കാണിക്കുന്നത്, അത് നമ്മളെ ക്ലിയറായിട്ട് ഇപ്പം കാണിക്കുന്നില്ല ഈ ഒരു ടൈമിൽ. പിന്നെയാണ് ഇവൻ പറയുന്നത്, നിങ്ങൾ ഇപ്പം ഇറങ്ങണം, ഇതെൻ്റെ ബിൽഡിങ്ങാണ്, അങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് സെസ്കോ ചിരിച്ചുകൊണ്ട് സെസ്കോൻ്റെ മാനേജറിനോട് ഒരു കാര്യം പറയുന്നത്.
ഹേയ് സാബി ആൽവസ്, നീയില്ലേ ഇയാൾക്ക് വേണ്ടി ഈ ജെൻറ്റിൽമാന് വേണ്ടി ഒരു മാട്രിക്സ് അറേഞ്ച് ചെയ്യണേ. അതെന്തിനാ സാർ? ഞാൻ നിങ്ങളുടെ മാനേജറാണ്, അയാളുടെ മാനേജർ വായിക്കില്ലല്ലോ. നീ പറഞ്ഞ ചെയ്യടാ എന്ന് സെസ്കോ പറയുകയാണ്. ഓക്കെ ഞാൻ ചെയ്യാം. അപ്പം നമ്മളെ അനദർ ബിസിനസ് മാൻ പറയുക, നീ എന്താടാ കാട്ടുന്നത്, എനിക്കെന്തിനാ മാട്രിക്സ് എന്ന് അവന് ചോദിക്കുകയാണ്. അപ്പാണ് സെസ്കോ പറയുന്നത്, ഇയാൾക്ക് 1% 99 ഒന്നിനേക്കാളും ചെറുതാണെന്നാണല്ലോ വിചാരം. എന്നുവെച്ചാൽ ഒന്നാണ് അതിനേക്കാളും വലുത്, 1% അതിനേക്കാളും വലിയ ഇതാണെന്നാണല്ലോ വിചാരം. എന്ന് അവന് മറ്റേ ഒന്ന് ഞെട്ടുകയാണ്. ഓ, എന്നാൽ ഇത് നമ്മൾ ഓണർഷിപ്പിൽ ഇതായിരുന്നു എന്ന് സാബി ആൽവസും അപ്പാണ് ഓർക്കുന്നത്. ഓ, ഇത് നമ്മൾ ഓണർഷിപ്പ് തന്നെയല്ലേ. ഓക്കെ. പിന്നെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ആ സീനിൽ നിന്ന് ബാക്കൗട്ട് ചെയ്ത് നമ്മളെ ഇവൻ്റെ ഹോമാണ് കാണിക്കുന്നത്, സെസ്കോൻ്റെ ഒരു സീന് ഹോം. ബട്ട് ഗാർഡ്സ് ഒന്നുമില്ല. ഇവൻ നമ്മളെ കുങ്ഫു പാണ്ടത്തെ പോലെ ഒരു വുഡൻ ഡമ്മീനെ ഹിറ്റ് ചെയ്ത് ഇതാക്കിക്കൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രാക്ടീസിങ്ങിനിടയിൽ ഇവൻ നല്ല അടി വാങ്ങുന്നുണ്ട്. അത് നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അത് ഒരു പ്രത്യേക ടൈപ്പാണ്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കഥ വഴിയേ പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അന്നേരം നമ്മളെ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് അടിയൊക്കെ ഇവന് കിട്ടി. യു ആർ എ ഗുഡ് പ്ലെയർ ഇത് നിർത്തുകയാണ്. അപ്പം സെസ്കോ മനസ്സിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ഫൈറ്റിംഗ് എന്തായാലും കഴിഞ്ഞ്, ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്തോ ഒരു സൗണ്ട്. സെസ്കോ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബ്ലാസ്റ്റ്. അപ്പോൾ അവൻ്റെ ബിൽഡിങ്ങൊക്കെ തകർന്ന് പൊടിയൊക്കെ അവിടെയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാരാവോ എന്ന് സെസ്കോ വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ആൾക്കാർ വരുന്നു മാസ്ക് ഇട്ടിട്ട്, നിരത്തി പിടിക്കുന്നു. അയ്യോ പറഞ്ഞ് സെസ്കോ എന്താ ചെയ്യുക, നമ്മൾ വുഡൻ ഡമ്മീൻ്റെ ബാക്കിൽ ഒളിക്കുന്നു. ആ വുഡൻ ഡമ്മി എൻ്റെ ബാക്കിൽ ഒളിച്ച കാരണം ആ വുഡൻ ഡമ്മീനെ വെടിയൊക്കെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഓരമേത്തേക്ക് തന്നെ പോവുക. അതൊരു പ്രത്യേക രീതിയിൽ പോകുന്നുണ്ട്. എന്നാൽ ആ വുഡൻ ഡമ്മീനെ പിടിച്ച് ഓനിലെ എങ്ങനെയോ അപ്പുറത്തെ സൈഡിലേക്ക് എത്താണ്. അപ്പുറത്തെ സൈഡിൽ ഓൻ്റെ ഒരു ഗണ്ണുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ലൈസൻസ്ഡ് ആണ്. പക്ഷെ അത് ഒറിജിനൽ പിസ്റ്റൾസാണ്, ഒരു പ്രത്യേക തരം പിസ്റ്റൾസ്. ഓരോ റൗണ്ട് ഇതിലേക്ക് ആക്കിയിട്ട് ഒരു ക്യാപ്സ്യൂൾ കവർ ചെയ്തിടുക, ഓരോ നെറ്റ് കവർ ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് പിസ്റ്റൾസാണ്. അത് വെച്ച് വെടിവെച്ച് ഒരുവിധം ഓരോ ഏതൊക്കെയോ വഴിയിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെയോ കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം ഇവൻ്റെ ലോയറിനെ കാണാൻ പോവുകയാണ്. ആ ലോയർ ഒരു ഫുട്ബോൾ ടർഫിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഫുട്ബോൾ പറഞ്ഞാൽ ഒറിജിനൽ ഫുട്ബോൾ കിട്ടും, അമേരിക്കൻ ഫുട്ബോൾ അല്ല, സാധാ ഫുട്ബോൾ തന്നെ. നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, US പേഴ്സൺസിന് പ്രൈവറ്റായിട്ട് ഒരു ലോയറുണ്ട്. അതിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ലോയറാണ് നമ്മുടെ മസ്കേറ ഹെർണാണ്ടസ്. അതായത് മസ്കേറ ഹെർണാണ്ടസ് ആണ് നമ്മുടെ സെസ്കോൻ്റെ ലോയർ. എന്നാൽ മസ്കേറ ഹെർണാണ്ടസിനോട് ഇന്നലെ നടന്ന കാര്യമൊക്കെ പറയുകയാണ്. അപ്പം മസ്കേറ ഹെർണാണ്ടസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെസ്കോ അത് എന്തെങ്കിലും പ്ലാൻഡ് ആയിട്ടായിരിക്കും, നീ എടുത്ത് വല്ല ഈവൻറ്റിനങ്ങാൻ പോകുന്നുണ്ടോ, ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയുന്നുണ്ട്. യെസ്, അവർ കമ്പനീൻ്റെ ന്യൂ പാർക്കിൻ്റെ എന്തോ ഉദ്ഘാടനം, അങ്ങനെ എന്തോ സാധനത്തിൻ്റെ ഉദ്ഘാടനം കണ്ടു. ഞാൻ തന്നെ പറഞ്ഞത് എന്താണ്, പക്ഷെ അത് ഈ അടുത്തെങ്ങാനാണ്. എന്നാൽ അതിനെന്തായാലും പോകണം നമ്മളെ ഇവൻ പറഞ്ഞിരുന്നു, സാബി. അന്നേരം സാബി ആൽവസിനോട് ഒരു കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഓനോട് പറയാം, ഓനൊരു ഫ്രണ്ടിൻ്റെ എന്തോ മീറ്റിംഗ് ഉണ്ട്, എന്തിനോ പോയതാണ് എന്ന് നമ്മളെ സെസ്കോ പറയുകയാണ്. അന്നേരം സെസ്കോനോട് പറയാണ്, നീ ഹെവനെ കൂടെ കൂട്ടിക്കോ. അപ്പോൾ ആരാണെന്ന് ഹെവനെന്ന് വെച്ചാൽ നമ്മളെ ലോയറിൻ്റെ ഗ്യാങ്ങിൽ കുറേ ഡിറ്റക്റ്റീവ് പോലത്തെ ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഹെഡായിട്ട് നടക്കുന്നത് എന്താ പറയുക, അതിൻ്റെ ഏറ്റവും ലീഡറും പിന്നെ അതിൻ്റെ ഏറ്റവും കൂടെ മെയിനായി പണി ചെയ്യുന്ന ആവും ഇവരാണ്, നമ്മൾ ജോൺ ഹെവൻ. എന്നാൽ ഹെവൻ എന്നപ്പോൾ അവനെല്ലാവരെയും വിളിക്കരുത്. എന്നാൽ ഹെവനെ കൂടെ കൂട്ടിക്കോ പറയുകയാണ്. എന്നാൽ ഓക്കെ എന്ന് സെസ്കോവും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ പ്രസൻറ്റിലുള്ള ഗ്രാൻഡ് പേനെയാണ്. എന്നാൽ ഗ്രാൻഡ് പേ നോക്കുമ്പോൾ അവിടെ ബ്രേസ്ലെറ്റും പിന്നെ ചില പിസ്റ്റൾസിൻ്റെ അവിടെ നമ്മളെ റിങ്ങില്ലേ, അതൊക്കെ സ്വർണം വെച്ചുണ്ടാക്കിയതിൻ്റെ ഇതാണ് കാണുന്നത്. അത് ഇവൻ്റെ ഫോർച്യൂൺ ഒരാൾക്ക് കൊടുത്തിരുന്നു 95% മേലെ. എന്നിട്ട് ഓൻ ഹിഡനായി പോയതാണ്. അങ്ങനത്തെ ഒരു മില്യനെയറാണ് സെസ്കോ. അന്നേരം ആ ഫോർച്യൂൺ കൊടുത്തൊരു 5% റിമൈനിങ് ആണല്ലേ ഇതെന്ന് ഗ്രാൻഡ് പാ ആലോചിക്കുന്നുണ്ട്.
പിന്നെ നമ്മളെ ആ ബുള്ളറ്റ്സ് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വെടിവെക്കുന്നില്ലേ അതിൻ്റെ ക്യാപ്സാണ് ഈ സ്വർണ്ണം വെച്ച ക്യാപ്പ് ഡാമേജ്ഡ് ആയ അത് തന്നെ. അത് ജസ്റ്റ് ഒന്ന് ഹിഡൻ ഡീറ്റെയിൽ പോലെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രസൻറ്റ് കഴിഞ്ഞിട്ട് പാസ്റ്റിലേക്ക് തന്നെ എത്തുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്ന ഫസ്റ്റ് നമ്മൾ സെസ്കോ ഒരാളോട് സംസാരിച്ചില്ലായിരുന്നോ, അയാളുടെ പേര് സ്റ്റീവ് മെക്ക് എന്നാണ്. എന്നാൽ സ്റ്റീവ് മെക്ക് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം ഓണറാണ്. എന്നാൽ സ്റ്റേഡിയത്തിന് സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മൾ സെസ്കോൻ്റെ ഒരു ഗ്രൂപ്പിന് കൊടുത്തിരുന്നു. സെസ്കോന് പല പല കാറ്റഗറീസിൽ ഗ്രൂപ്പും കമ്പനിയൊക്കെ ഉണ്ട്. എന്നാൽ ആ ഗ്രൂപ്പിന് കൊടുത്തപ്പോൾ എന്തോ കാരണത്താൽ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു, നേരത്തെ എന്തോ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം. പക്ഷേ ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെയോ ക്ലോസ് ഉള്ള കാരണം നിയുക്തമാക്കി ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മളെ സ്റ്റീവ്. അപ്പോൾ അത് കേട്ടിട്ട് സെസ്കോൻ്റെ ലോയർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സെസ്കോവും അങ്ങനെ ഇതുമായിട്ട് അങ്ങനെ ആദ്യം തൊട്ടേ പറയാൻ നിൽക്കുന്നില്ല. ഒന്നും മിണ്ടാതെ ആയപ്പോഴാണ് നമ്മളെ സ്റ്റീവിന് ദേഷ്യം വരുന്നത്. സംഭവം എന്താ സംഭവിച്ചത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളെ എൽ ക്ലാസിക്കോ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത്. അപ്പം നമ്മളെ റിയൽ ഫാൻസും ബാർസ ഫാൻസും തമ്മിൽ തല്ലുണ്ടാക്കിയത് ഏതോ ചങ്ങായി ആണ്. അത് ഈ 3 വട്ടം അവനെ ഒരേ തല്ലുണ്ടാകുന്ന സ്ഥലത്ത് കാണുന്നുണ്ട്. മെയിൻ ഒരു ഫാനല്ല, അങ്ങനെ സ്റ്റേഡിയത്തിലൊന്നും അങ്ങനെ കാണാത്തൊരാളാണ് എന്ന് നമ്മൾ ടിക്കറ്റ് മാൻസിനോട് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന് സെസ്കോനോട് പറയാണ്. അന്നേരം ആ ചങ്ങായി നെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ആ ചങ്ങായി വെച്ചാൽ ഒരു ലോണ് വാങ്ങുന്ന ആളാണ്. ആ ലോൺ ഓരോ ആൾക്കാരായിട്ട് വാങ്ങിയിട്ട് അവർ തല്ലാൻ വരുമ്പോൾ ഇതിൻ്റെ ക്രൗഡിൻ്റെ പോയി കയറിയിട്ട് ഇതിൻ്റെ വന്ന് ഈസിയായിട്ട് രക്ഷപ്പെടുന്ന ഒരാളാണ്. അവൻ പോകുന്നതിന് മുമ്പ് സ്റ്റീവ് സെസ്കോനോട് പറയുന്നുണ്ട്, യു ആർ എ ജീനിയസ് ബട്ട് നോട്ട് ദാറ്റ് ഇനഫ് ഫോർ ഗെറ്റിംഗ് ഓൾ ദി ട്രബിൾസ് ഗോൺ. സെസ്കോന് അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, ഇപ്പം ചെറുതായിട്ട് മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ സെസ്കോനെ കാണുന്നത് സെസ്കോ മറ്റേ ഇനാഗുറേഷൻ സെറമണിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു വിൻഡ് വരുന്നുണ്ട്, ഒരു സാൻഡി വിൻഡ്. ആ വിൻഡ് കഴിഞ്ഞതോടെ സെസ്കോനെ അവിടെ കാണാനില്ല. സെസ്കോ ഡിസിപ്പിയർഡ് ആയിപ്പോയി. സംഭവം എന്താ വെച്ചാൽ സെസ്കോനെ ഒരു ഗ്യാങ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ആ ഗ്യാങ്ങിനെ അവർ സെസ്കോനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെസ്കോയോ ഒന്നും പറയുന്നില്ല. അന്നേരം കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് ഒരു കാര്യം ചോദിക്കുക, ഇതിപ്പം അണ്ടർഗ്രൗണ്ട് അല്ലേ? ഒരു ആണ് തന്നെ പറയുക. അതെന്തിനാ ചോദിച്ചത്, നിനക്കങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നേരെ കുറേ ആൾക്കാർ വെടിവെച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പൊട്ടിച്ചുകൊണ്ട് താഴോട്ട് കയറ് വെച്ച് ഇറങ്ങിയിട്ട് ഓരോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഫസ്റ്റായിട്ട് നമ്മളെ ഇവനെ കാണിക്കുന്നത്, ജോൺ ഹെവനും പിന്നെ ബാക്കി കുറേ ആൾക്കാരും കൂടെ സെസ്കോനെ അവസാനം രക്ഷിക്കുകയാണ്. പിന്നെ നമ്മളെ കുറച്ച് മുമ്പ് പോയി കാര്യമാണ് കാണിക്കുന്നത്. അപ്പം കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സെസ്കോ ഹെവനും കൂടെ മീറ്റ് ചെയ്ത് ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ പ്ലാൻ ചെയ്ത് എന്നെ എന്തായാലും അന്ന് ഒരു കിഡ്നാപ്പ് ചെയ്യാൻ വരാം, മിക്കവാറും എന്നെ അവിടെ നിന്ന് മാറ്റായിരിക്കും പ്ലാൻ. അന്നേരം അവിടെ എവിടെയെങ്കിലും ഒരു അടുത്തൊന്നും സ്ഥലമില്ല ഒരു ഹെവൻ പറയുകയാണ്. അപ്പോഴാണ് അവനോട് ചോദിക്കുന്നത്, ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് സെസ്കോ ചോദിക്കുക. അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ഇവനും പറയുന്നുണ്ട്, ഹെവൻ. അപ്പം അവിടുത്തെ സ്ഥലം ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു സ്ഥലം കിട്ടി. അത് ആരും അറിയാണ്ട് ഒരു അങ്ങനെ നിരീക്ഷിച്ച് ലാസ്റ്റ് കാണാതെയപ്പം തന്നെ ഒന്ന് 2-3 ചോദ്യം ഒന്ന് ഓരോ ഡൗട്ട് അടിപ്പിക്കാണ്ടിരിക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സെസ്കോൻ്റെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഓർക്കറിയാം സെസ്കോനൊന്നും ചെയ്യാൻ പറ്റൂല, എന്താ പറയുക, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സെസ്കോനെ ഓരെന്തായാലും കൊല്ലൂല എന്ന് ഓർക്ക് ഉറപ്പായിരുന്നു. ആരാണ് നിങ്ങളെ വിട്ടേന്ന് ആ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പറഞ്ഞ എന്താ വെച്ചാൽ അപ്പോഴാണ് സെസ്കോ ഞെട്ടിപ്പോയത്. പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ സെസ്കോൻ്റെ 10 വർഷം മുമ്പ് സെസ്കോൻ്റെ കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്തിരുന്നു. അയാൾ നല്ലൊരു വർക്കറായിരുന്നു. അയാൾക്കൊരു പ്രൊമോഷൻ്റെ ഇത് കിട്ടാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കിട്ടിയില്ല. അവിടുത്തെ ഏതോ മാനേജർ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് അയാൾ ആകെ ഇതായിട്ട് ഒരു കമ്പനി തുടങ്ങി. പക്ഷേ ആ കമ്പനി ഇന്ന് കുറേ ഈ കമ്പനിയിൽ നിന്ന് ക്ലയൻസിന് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ലീഗലായിരുന്നു. പക്ഷേ സെസ്കോ അത് ഫസ്റ്റ് മൈൻഡ് ചെയ്തില്ല. പിന്നെ ക്ലയൻസിനെ പറഞ്ഞ് തെറ്റിച്ചാണ് എടുക്കുന്നത് പറഞ്ഞപ്പോൾ സെസ്കോ അതിൻ്റെ പേര് കേസ് കൊടുക്കാൻ പോയി. അവനെന്തിനാ 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത്?
പിന്നെ അവനും ഞാനും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. ഈ കമ്പനിയാണ് അവൻ അങ്ങനെ ചെയ്യുമെന്ന് സെസ്കോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. സെസ്കോയും ഹെവനും പിന്നെ അയാവെ നോക്കി അയാവെ കാണാൻ ഒരു കഫേ പോവാണ്. കഫേയിൽ ഒരു മീറ്റിംഗ് പോലെ. അപ്പോൾ നമ്മൾ സെസ്കോയും ചോദിക്കുകയാണ്, നീ ഞാനായിട്ടിപ്പോൾ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നോ സാർ, ബിക്കോസ് നിങ്ങൾ അന്ന് കമ്പനീൻ്റെ ഇത് മോഷ്ടിച്ച് ഞാൻ ചെയ്ത് തെറ്റായിരുന്നു. പിന്നെ എൻ്റെ പ്രൊമോഷൻ ഇത് കാരണമാണ് ഇന്ന് ഞാൻ പിന്നെ നിങ്ങൾ കാരണം എൻ്റെ കമ്പനി കുറേ എതിർ ടീമിൻ്റെ ക്ലയൻസും പിന്നെ അങ്ങനെ കുറേ ലാഭം തന്നെ കിട്ടി. കമ്പനി കുറച്ചും കൂടെ ഫേമസ് ആയി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു ബില്യനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഒരു റേഞ്ച് മാറി, ഞാൻ അത്ര ഒരിതായി. അതുകൊണ്ട് സാർ, നിങ്ങളായിരുന്നു എന്നെ ഇവിടെ വരുത്തിക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും നല്ലൊരു കമ്പനീൻ്റെ CEO ആണെന്ന് പറയാണ്. ഓക്കെ മാൻ, നൈസ് എന്ന് സെസ്കോയും പറയാണ്. സെസ്കോ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, നീ ഏതെങ്കിലും ഗുണ്ടകളെ 10 വർഷം മുമ്പെങ്ങാൻ ഇറക്കിയിരുന്നോ? ഈ അടുത്തെങ്ങാൻ? മര്യാദയ്ക്ക് ഹെവൻ പറയാണ് തോക്കും കാണിച്ചുകൊണ്ട്. ഏയ് വേണ്ട, ഞാൻ സത്യം പറയുന്നത്, ഞാൻ ആരും ഇറക്കിക്കില്ല. എനിക്ക് പക്ഷേ ഞാൻ എല്ലാവരോടും കുറച്ച് ആൾക്കാരോട് ഈ കാര്യം പറഞ്ഞു. ചൊരാവ് മാത്രം എങ്ങനെ ഓവർ റിയാക്ട് ചെയ്യട്ടോ? എൻ്റെ ഫ്രണ്ട് അസൻസിയോ റോഡ്രിഗസ്. എടാ ഹെവനെ, ഞാൻ ആ പേരെവിടെയും കിട്ടിക്കല്ലോ. എടാ ഹാവി ഹെർണാണ്ടസ് എച്ച്. നിനക്കറിയേ അവൻ നമ്മുടെ കമ്പനിയിലെങ്ങാൻ ജോയിൻ ചെയ്തിരുന്നു പണ്ടെങ്ങാൻ? എൻ്റെ മുമ്പെങ്ങാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു തോന്നുന്നു. ഓ, ദാറ്റ്സ് വൈ. എനിവേ, നൈസ് ടു മീറ്റ് യു അഗെയിൻ എന്ന് പറഞ്ഞിട്ട് സെസ്കോ പോവുകയാണ്. പിന്നെ അവനോടൊരു കാര്യം പറയുന്നുണ്ട് പോകുന്ന വഴി. നീ അങ്ങനെ തോക്കുന്ന വഴി പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും നിൻ്റെ കുടുംബമല്ലേ. അപ്പോൾ ഹെവനൊന്ന് നെട്ടുക. എൻ്റെ കുടുംബം അതെങ്ങനെ? എച്ചിൻ്റെ ഫുൾ ഫോം ഹെവനാടാ മുന്നേ. അപ്പോൾ ഇവന് എച്ചിൻ്റെ ഫുൾ ഫോം ഹെവനാണ് പറഞ്ഞപ്പോൾ, പക്ഷെ ഇവനെ എനിക്ക് അറിയില്ലല്ലോ, ഇത് വേറെ ഏതെങ്കിലും കുടുംബത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ഡീപ്ലി സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. നിൻ്റെ ഭയങ്കര ഡെപ്ത് ഒരു കുടുംബത്തിൻ്റെ ഭാവമാണ്. എന്നാലും ഈസ് യുവർ ഫാമിലി. ഓ, അങ്ങനെയാണോ? എന്തായാലും അവൻ്റെ നമ്പർ ഉണ്ടോ? ഞാൻ അയച്ചിട്ടേക്കാം എന്ന് പറയുന്നുണ്ട്. അവൻ ആവശ്യം വരും ഇനിയും ഇന്ന് സെസ്കോയും പറയുന്നുണ്ട്. അതോടെ അവിടുന്ന് പോയി. പിന്നെ നമ്മളെ സെസ്കോൻ്റെ വീട് ആ മതിലൊക്കെ കെട്ടി എന്ന് വെച്ചാൽ പൊട്ടിപ്പോകുന്ന ഭാഗമല്ലേ വന്ന് എൻകൗണ്ടർ ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്തത്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വീടൊന്ന് സെറ്റ് ചെയ്താൽ സെസ്കോ വീട്ടിലേക്ക് വീണ്ടും എത്തി. ഈ വട്ടം എന്താ പറയുക, കുറച്ച് ഗാർഡ്സൊക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്ന് വീണ്ടും ഒരാൾ ചാടിക്കയറി വന്നു. ജോലി ഇത് ബ്ലാസ്റ്റ് ചെയ്ത് ഇത് പൊട്ടിത്തെറിപ്പിച്ച്. ഡു യു റിമെമ്പർ മീ സെസ്കോ? ഐ ആം ലൂക്ക ഹെർമാൻസൺ. അപ്പാണ് സെസ്കോ നമ്മൾ പാസ്റ്റിലേക്ക് ആലോചിക്കുന്നത്. പാസ്റ്റിൽ സെസ്കോ ഒരു ബോക്സിങ് മാച്ച് കാണാൻ വന്നിരുന്നു. സെസ്കോ കുറച്ചും കൂടെ കുട്ടിയായപ്പം. അന്നേരം ആ ഒരു ബോക്സിങ് മാച്ചിൽ ഓൻ്റെ ഏട്ടനായിരുന്നു പങ്കെടുത്തത്. ഓൻ്റെ ഏട്ടൻ ആയിരുന്നു പങ്കെടുക്കുന്നത്. അപ്പം ഓന് ഒരു ലൂക്ക ഹെർമാൻസിൻ്റെ ഫാനുമാണ്. അതായത് സംഭവം ലൂക്ക ഹെർമാൻസ് യങ് ടാലൻ്റാണ്. അന്നേരം ബോക്സിങ്ങിൽ നല്ല ഒരാളാണ്. അന്നേരം ഇവൻ്റെ ഏട്ടനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ്റെ ഏട്ടന് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അതിനോട്. എന്നാൽ അപ്പം കണ്ടുപിട്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. അന്നേരം ഒരു ഫ്രണ്ട്സായി ലൂക്ക ഹെർമാൻസനും സെസ്കോയും. അന്നേരം തമ്മിൽ എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ് ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ പ്രസൻറ്റ് കാണിക്കുന്നു. എന്നാൽ പ്രസൻറ്റിൽ നമ്മളെ ഗ്രാൻഡ്പ ഒരു സാധനം നോക്കുകയാണ്. അവിടെ ഒരു മാപ്പ് കാണുന്നുണ്ട്, ദ ബ്ലൂ ഡെവിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീണ്ടും നമ്മളെ പാസ്റ്റ് എന്ന് വെച്ചാൽ സെസ്കോനെ കിഡ്നാപ്പ് ചെയ്ത ഭാഗത്തേക്ക് കാണിക്കുന്നു. എന്നാൽ കിഡ്നാപ്പ് ചെയ്ത ഭാഗത്ത് കാണിക്കുമ്പോൾ എന്താ കാണിക്കുന്നത് വെച്ചാൽ നമ്മളെ ലൂക്ക ഹെർമാൻസൺ അറിയാം, ഹേയ് സെസ്കോ, നിൻ്റെ കുടുംബത്തിൽ ആരുടെയോ കയ്യിൽ ഈ മാപ്പുണ്ട്. ഒരു മാപ്പിൻ്റെ ഒരു പാർട്ടി കാണിക്കുക. ഇതെന്ത് മാപ്പ്? പഴയ മാപ്പാണല്ലോ സെസ്കോ, ഇതിനെത്ര വില വരും? ഇതങ്ങനെ വിലയ്ക്ക് വിൽക്കാനുള്ള സാധനമൊന്നുമല്ല മിസ്റ്റർ ബില്യനെയർ.
ഓ ഓ ആ പിന്നെ നമ്മൾ ലൂക്ക പറയുന്നുണ്ട് ഇതൊരു ട്രഷറിലേക്ക് പോയതാണ്. ഇവിടുത്തെ പണ്ടത്തെ 20 മില്യൺ US ഡോളേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് കറൻസി ഏതാ എനിക്ക് തന്നെ ഉറപ്പില്ല എന്താ സാധനം. എന്നാൽ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ബ്ലൂ ഡെവിൽ പറഞ്ഞ ഒരാവ് ഇത് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബ്ലൂ ഡെവിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏൻഷ്യൻറ്റ് ഗോഡ് പോലത്തെ ഇതാണെന്ന് വിശ്വസിച്ചത് എല്ലാവരും. പക്ഷേ ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ആവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അത് നിൻ്റെ കുടുംബത്തിലായി വരും. അപ്പോൾ സെസ്കോ ഒന്ന് ഞെട്ടി. നിൻ്റെ അകലെ ആരെങ്കിലുമൊക്കെ ആകാം. എന്താ പറയുക, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു 100 അല്ല, ഒരു 1500 ആ ടൈമിലങ്ങാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ചങ്ങാതിൻ്റെ. എന്നാലും ഒരു 500 വർഷത്തിൻ്റെ മേലെ എന്തായാലും ഇതുണ്ടാവും. അപ്പം നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുക? ആ മാപ്പ് ഒന്ന് ആരെയും എൻ്റെ ഫാമിലി ഉണ്ടെന്ന് വാങ്ങിത്തരണം. നമുക്കത് ഷെയർഡ്. എനിക്കാകെ അതിനകത്ത് 2 മില്യൺ വർത്ത് ഓഫ് സാധനം മതി. എന്ന് വെച്ചാൽ അപ്പുറത്തെ ആ 2 മില്യൻ്റെ ഇത് മതി. അത് ഇപ്പം എന്താ പറയുക 200 മില്യൺ വരെ ഇതായിട്ടുണ്ടാവും. ഓ ഓ നേരെ സെസ്കോ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതിനാണല്ലോ എൻ്റെ എന്താ പറയുക ഡമ്മീനെ ബ്ലാസ്റ്റ് ചെയ്തത് ചോദിക്കൂ. അപ്പോൾ ആ വുഡൻ ഡമ്മി വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് അഡ്രസ്സ് തരും. അത് ഞാൻ ടൈം കിട്ടുമ്പോൾ വാങ്ങാൻ വേണ്ടി ഓനെ വെറുതെ വിടും. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മളെ ഹെവനെ ഓൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഓനൊക്കെ അടിച്ചിട്ടിരുന്നു. അപ്പോൾ ഹെവന് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഹെവനെ കാണാൻ നമ്മളെ ഇവൻ വരുന്നുണ്ട്, ദ ലോയർ മസ്കേറ ഹെർണാണ്ടസ്. ഏയ് ഹെവൻ, നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എന്നെ ഫസ്റ്റ് കണ്ടുകൂട്ടിയ ടൈം? അത് മറക്കാൻ പറ്റുമോ? സംഭവം എന്താ വെച്ചാൽ പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഒരു കുട്ടീനെ നമ്മളെ മസ്കേറ ഹെർണാണ്ടസ് വിട്ടിട്ടുണ്ട്. അവനെ നമ്മളെ ഹെവൻ കാണുന്നു. ഹെവൻ നോട്ടീസ് ചെയ്യുന്നു, നീ ഒരു ബഗ്ഗവല്ല, നീ ഒരു ഡിറ്റക്റ്റീവിനെ പോലത്തെ ആവാണ്. അങ്ങനെ നോട്ട് ചെയ്ത് ഇത് കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇവരന്വേഷിച്ചത് ഇവൻ കാരണം ആ ഇത് സീക്രട്ട് പോയല്ലോ. എന്നാൽ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ചങ്ങായി അത് അവനിട്ട് രക്ഷപ്പെട്ടു. ഇവനോടൊന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദേഷ്യപ്പെടേണ്ട, പിന്നെ വേറെ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട്. ഇവന്മാർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം ഇവൻ്റെ ഒരു കാർഡ് എന്തായാലും കൊടുക്കുന്നുണ്ട്. അന്നേരം ആ നമ്പർ ലാസ്റ്റ് ഒന്ന് ഇവന്മാർ വിളിക്കുകയാണ്. നമ്മൾ മസ്കേറ ഹെർണാണ്ടസ് വരും. ഞാനൊരു ഡിറ്റക്റ്റീവ് ഇത് തുടങ്ങുന്നുണ്ട്, നീ തന്നെ ഫസ്റ്റ് ജോയിൻ ചെയ്യണം പറഞ്ഞിട്ട്. അതെന്തിനായിരിക്കും? നിനക്ക് അവ കൺഫ്യൂസ് ചെയ്യാൻ അറിയാം, അവ മനസ്സിലാക്കിപ്പിക്കാനും അറിയും പറയാം. വാവ്, നമ്മളെ ഇവനും പറയുന്നുണ്ട് ഹെവൻ. എന്തായാലും ഫസ്റ്റ് കേസ് തന്നെ ഹെവൻ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഹെവന് ഭയങ്കര ഹെഡായി അതിൻ്റെ അകത്ത്. പിന്നെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്ത് എന്നിട്ടും ഹെവൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് പറഞ്ഞപ്പോൾ ഹെവനൊന്ന് മോട്ടിവേറ്റായി. അവൻ്റെ കയ്യിലൊക്കെ ഇഞ്ചറി ഉണ്ടെങ്കിലും പിന്നെ നമ്മളെ സെസ്കോനെ തരാൻ വേണ്ടി പോയി. പിന്നെ ഹെവനും സെസ്കോയും കണ്ടുമുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഹെവനോട് സെസ്കോ ആദ്യം ചോദിക്കുന്നത്, എന്നെ പിടിച്ചിട്ടുണ്ടതിനെക്കുറിച്ച് ഇപ്പം ചോദിക്കണമെന്നില്ല, അതിൻ്റെ മുമ്പ് ഇത് പറഞ്ഞില്ലായിരുന്നോ അയാൾ ക്യാൻസർ ബാധിച്ച് 2 വർഷത്തിന് ശേഷം മരിച്ചെന്ന്? അയാൾ ചിലപ്പം മരിച്ചതാവൂല എന്ന് ഒരു ഇതുണ്ട്, എന്താ റൂമറുണ്ടെന്ന് പറയുക. ഓ ഓ നമുക്കൊന്ന് അവിടെ ഒരു ഐലൻഡിലേക്ക് പോയാലോ ചോദിക്കുകയാണ്. ആ ഐലൻഡിൽ ഇയാളെ പോലത്തെ മുഖം ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഡെസേർട്ടഡ് ഐലൻഡ്, അവിടെ 4 ഭാഗത്തും സീ തന്നെയാണ്. അന്നേരം പോകാൻ തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ഗ്രാൻഡ് പെന്നെയാണ് കാണിക്കുന്നത്. ഒരു ഐലൻഡിൽ ഗൺ ഷോട്ട്സിൻ്റെ സൗണ്ട് കേട്ടു പറഞ്ഞിട്ട് ആ ഐലൻഡിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ നോക്കുന്നതാണ് ഗ്രാൻഡ് പാ. അങ്ങനെ ഒരു ഐലൻഡിലേക്ക് പോവുകയാണ്. ഐലൻഡിലെത്തിയപ്പം തന്നെ പറയുന്നത്, ഹേയ് അസൻസിയോ റോഡ്രിഗസ്, നീ എവിടെയാണ് എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അവിടെ ലാബ് പോലത്തെ സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗാർഡ്സൊക്കെ അങ്ങോട്ട് തന്നെ വരികയാണ്. ഓരുമായിട്ടൊരു നല്ലൊരു ഫൈറ്റൊക്കെ ചെയ്ത് അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ആ ലാബിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് പറയുന്നത്, ഹലോ മിസ്റ്റർ സെസ്കോ, അപ്പോൾ മാനേജർ. ഓ, നീ മരിച്ചിട്ടില്ല എന്നല്ലേ സെസ്കോ പറയുക? ഞാൻ മരിക്കാൻ പോവുമായിരുന്നു, പക്ഷേ ഞാൻ എന്തോ ഒരു
ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് എന്താണെന്ന് ഞാൻ ഇപ്പം പറയൂല. അതൊന്നും ഇജ്ജ് പറയണ്ട, ഞാൻ അതെടുക്കാമെന്നല്ല വന്നേ, സസ്കോവും പറയുക. എന്നാൽ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ക്യാൻസർ സർവൈവ് ചെയ്തു. പിന്നെ ഞാൻ കുറേ കെമിക്കൽ ഇതുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗാർഡ്സിനൊക്കെ വെച്ചത്. അത് ചിലപ്പം നല്ലതും ആകാം ചീത്തയാകാം. നല്ല വക കിട്ടിയാൽ നല്ലതായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക, ചീത്ത വക കിട്ടിയാൽ ചീത്തയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അതൊന്നും അറിയാനല്ല ഞാൻ വന്നേ. നീയാണോ മറ്റേ കൊണ്ടക വായിച്ചത്? ഞാനപ്പം വെറുതെ ദേഷ്യപ്പെട്ടെന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലും ഞങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾ ആകെ 2 ഞങ്ങളുടെ കമ്പനി പോയാലും അതിൻ്റെ അകത്ത് 2 ഔട്ടാക്കിയതുകൊണ്ട് ഒരു ദേഷ്യത്തിൽ അപ്പം അങ്ങനെ പറഞ്ഞ പറയുക. അങ്ങനെയായിരുന്നു പറഞ്ഞത്. നീ കവൻ പറയണമെന്ന് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ. ഞാനെന്തിനപ്പം കവോട് കവൻ പറയുന്നത്? എന്തായാലും എൻ്റെ ഒരു കാർഡ്, എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും മിക്കവാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരും പറയുക. അപ്പാണ് കുറച്ച് മുമ്പ് ഒരു കാര്യം പറയുന്നത്. കുറച്ച് മുമ്പ് നമ്മളെ ലൂക്ക ഹെർമാൻസൺ വിടുന്നതിൻ്റെ മുമ്പ് ലൂക്ക ഹെർമാൻസനോട് ചോദിച്ചിരുന്നു എന്നെ അറ്റാക്ക് ചെയ്തത് ആരാകാനാണ് ചാൻസ്. അതിനെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ വേറെ ഒന്ന് വിളിക്കണം പറഞ്ഞിട്ട് അയാൾ നമ്പർ കൊടുക്കുകയാണ്. അയാളുടെ പേരായിരുന്നു നിക്കോളാസ് ഹാർഡി. നിക്കോളാസ് ഹാർഡീനെ വിളിച്ചിട്ട് അത് ചോദിക്കുന്ന എന്നിട്ട് വീണ്ടും ബാക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേ കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ ലൂക്ക ഹെർമാൻസൺ വിളിക്കുന്നത്. നിന്നെ അറ്റാക്ക് ചെയ്തത് മാർക്ക് ജൂനിയർ. അതാരാ മാർക്ക് ജൂനിയർ വന്ന് പിന്നെ ഒരു സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരങ്ങനെ ഓരോ ഹൈഡൗട്ടിലേക്ക് എത്തി, നമ്മൾ ഹെവനും സസ്കോയും. അവിടെ ഒരു കിടിലൻ ഫൈറ്റ്, ഗൺ ഷോട്ടൊക്കെ വെച്ച് ഒരു വിധം സേവൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ ഗണ്ണിന്നൊക്കെ രക്ഷപ്പെട്ട് പോവാണ്. അതിനിടയ്ക്ക് നമ്മളെ ഇവൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു ബുള്ളറ്റ് പോകുന്നുണ്ട്, നമ്മളെ ഹെവൻ്റെ തൊട്ടടുത്ത് കൂടെ. അപ്പോഴാണ് സസ്കോ ഒരു കാര്യം ഓർക്കുന്നത്. നമ്മളെ ലൂക്ക ഹെർമാൻസൺ ഇവനെ അപ്ഗ്രേഡ് ചെയ്ത് തരുമ്പോൾ അവനില്ലേനോ, അത് ഓൻ്റെ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യുക. അന്നേരം ഓൻ്റെ വീട്ടിൽ നിന്ന് അത് എപ്പോൾ എടുത്ത് കയ്യിലേക്കുന്ന രീതിയിലാക്കണം ലൂക്ക ഹെർമാൻസനോട് പറയണം എന്നാലോചിച്ച് ജസ്റ്റ് മനസ്സിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ആലോചിച്ചത്. അങ്ങനെ സസ്കോ അവനെ പിടിച്ച് കോർട്ടിൽ കൊടുത്തിട്ട് ഓന് ശിക്ഷയൊക്കെ കൊടുക്കുകയാണ്, ഓൻ്റെ ലോയർ നമ്മളെ മസ്കേറ ഹെർണാണ്ടസിനൊക്കെ വെച്ച്. എന്നിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. കുറച്ച് വർഷം വീണ്ടും നമ്മളെ പുതിയ മാനേജർ, അപ്പം മറ്റേ മാനേജറിന് എന്തോ ഒരു ഇത് പറ്റിയിരുന്നു. അന്നേരം ഇപ്പോൾ സാബി ആൽവസ് അല്ല കേട്ടോ മാനേജർ, വേറെ ഒരാളാണ്. എന്നാൽ അയാളോടൊന്ന് എനിക്ക് ഒന്ന് ചില്ലാവണം പറഞ്ഞപ്പോൾ അല്ലേ ഇയാൾ സസ്കോനെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കൊണ്ടുപോയി. ഇതെന്തത് അമ്യൂസ്മെൻറ്റ് പാർക്കോ സസ്കോ ഇരിക്കുക. എന്തായാലും അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വന്നാലേ വിചാരിക്കും അവിടെയും കുറേ ആൾക്കാർ ഓനെ കൊന്നിട്ട് ചെയ്യാൻ വരുന്നത്. അപ്പാണ് ഓൻ്റെ കയ്യിൽ പുതിയ ഫണ്ടമീനെ വെക്കുന്നത്. അതിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഫണ്ടമീ എന്നാക്കി, ഇവിടെ ഫണ്ടമീൻ്റെ പകരം മാറ്റിയിട്ട്. അതും ഇവനും ഒരുവിധം ഫൈറ്റ് ചെയ്ത് എന്താ പറയുക, പാർക്കിൽ റൈഡ് പോലെ പോകുന്ന എങ്ങനെയൊക്കെയോ ഇതാക്കിയിട്ട് ഒരു വിധം അത് കഴിയാണ്. ഫസ്റ്റ് സ്റ്റീവ് മെക്ക് പറഞ്ഞ ആ ലൈൻ പിന്നെയാണ് അർത്ഥം മനസ്സിലാകുന്നത്. പിന്നെ സസ്കോ ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ സസ്കോൻ്റെ എല്ലാ ഫോർച്യൂണും ഒരു കാർഡ് ഒരു ഹാക്കറിന് കൊടുക്കുകയാണ്. ആവായിരുന്നു ഫസ്റ്റ് നമ്മളെ ലോണൊക്കെ ഇതായിട്ട് ബാബ്സെ ഫാൻസിൻ്റെ ഇടയിൽ കൂടെ വയലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന ആവില്ലേ ഫസ്റ്റ് സ്റ്റീവ് പറഞ്ഞ്, അത് അയാളായിരുന്നു ജസ്റ്റ് കാണിച്ചുകൊണ്ട് നമ്മളെ പ്രസൻറ്റിലേക്ക് വരികയാണ്. അപ്പം വീണ്ടും ഗ്രാൻഡ് പാനെ കാണിക്കുന്നു. ഗ്രാൻഡ് പാ ഒരു ബുക്ക് കാണുകയാണ്. അവിടെ ഒരു 25-ൽ കൂടുതൽ മെയിൻ ട്രബിൾസ് ദാറ്റ് ഫേസ്ഡ് മീ എന്നാണ് കൊടുത്തത്. ഇവനെന്താ ഗ്രാമർ വലിയ ഗ്രാൻഡ് പാ ചോദിക്കുകയാണ്. അന്നേരം അതിൻ്റെ അകത്തില്ലേ അതോടെ ആ സീൻ ബാക്കൗട്ട് ചെയ്യുക. പിന്നെ എഡിറ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 റെഡ് ആയിട്ട് കാണിക്കുന്നത്. എന്നാൽ 2 ഈവൻറ്റ്സ് മാത്രമേ ഇപ്പം നടന്നിട്ട് പോയി, ഇനി 23 മെയിൻ ഈവൻറ്റ്സ് തന്നെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്യാണ്. പിന്നെ സസ്കോ വീട്ടിലേക്ക് വരുന്നു. പ്രസൻറ്റിലാണ് കാണിക്കുന്നത്. പ്രസൻറ്റിൽ നമ്മൾ ഗ്രാൻഡ് പാ ഇതിലേക്ക് എത്തിയപ്പം സസ്കോന് ഡൗട്ട് തോന്നി, നീയാണോ സസ്കോ ഡിമേറിയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സസ്കോ തിരിഞ്ഞു നോക്കിയിട്ട് ഞാനൊന്നല്ല, ഇതെൻ്റെ ഫ്രണ്ടായിരുന്നു, ഓനിതൊക്കെ ഒന്ന് ഒപ്പിച്ചിരിക്കാൻ പറഞ്ഞതാ, പക്ഷേ ഇത് അവൻ്റെ ഹൈഡൗട്ടും കൂടെ ആയിരുന്നു. എന്തായാലും നിങ്ങളങ്ങനെ ഇവിടെ എത്തിയെന്ന് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നില്ല. അതോടെ ഇത് കഴിയാണ്. പിന്നെ അതിൻ്റെ അകത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് മിഡ് ക്രെഡിറ്റ് സീനായിട്ട് 2 വരുന്നുണ്ട്, നമുക്ക് പറയാം.
അങ്ങനെ മിഡ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നത് ലൂക്ക ഹെർമാൻസനും സെസ്കോയും ഒരു മാപ്പ് നോക്കുന്നതാണ്. അതാണ് ദ ബ്ലൂ ഡെവിൽ മാപ്പ്. അതോടെ സീൻ വീണ്ടും ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്ന ആൽഡ്രഡ് ഇൻ്റർവ്യൂവിന് പോകുന്നതാണ്. ഒരു ബ്ലൂ സ്യൂട്ട് ഇട്ട് പോവുകയാണ്. ആ കമ്പനീൻ്റെ പേര് കാണിക്കുന്നുണ്ട്, MCT/HA എന്നാണ് കാണിക്കുന്നത്. അതോടെ നമ്മൾ ഇത് എൻഡ് ചെയ്യുകയാണ്. If like the story, please share and don't hype. Subscribe to